ഹലോ, നമുക്ക് റുബിക്സ് ക്യൂബ് നേരെയാക്കാൻ പഠിച്ചാലോ? ഇത് പഠിക്കാം. വൈറ്റിൻ്റെ വെള്ളയുടെ പിറകിൽ മഞ്ഞ, പച്ചയുടെ പിറകിൽ നീല, യെല്ലോവിൻ്റെ പിറകിൽ റെഡ്. ഇത് ബേസിക് ആയതാണ്, അത് ഓർത്ത് വെക്കണം. ഇനി നമുക്ക് ഈ വൈറ്റ് സെൻറ്ററിൽ വരുന്നുണ്ടോ, ഇതിനെ നമുക്ക് യെല്ലോൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. യെല്ലോൻ്റെ ഭാഗത്തേക്ക് 1 വന്നു, 2 വന്നു, 3 വന്നു, 4 വന്നു. അപ്പോൾ 1 മാറിയല്ലേ? ഓക്കെ, 4. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി വേണ്ടുന്നത് ഇത് ഒന്നിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇത് വൈറ്റും കൊണ്ടുവരണം. വൈറ്റ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അപ്പോൾ ഓപ്പോസിറ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇത് 2 ക്ലിയർ ആക്കണം. ഇത് ക്ലിയർ ആക്കിയതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് തിരിക്കുക. ഓക്കെ, ഇതും അതുമാതിരി നേരെയാക്കുക, നേരെ ഓപ്പോസിറ്റ് ഇരിക്കുക. ഇത് നേരെയാക്കുക, നേരെ ഓപ്പോസിറ്റ് ഇരിക്കുക. ഇത് നേരെയാക്കുക, നേരെ ഓപ്പോസിറ്റ് ഇരിക്കുക. ഓക്കെ, ഇത് അകസ്മായിട്ട് സംഭവിച്ചാൽ ഇത്. ഓക്കെ, അതില്ലെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഇത് ഇവിടെ അല്ല വേണ്ടത്, ഇത് വേണ്ടുന്നത് ഇപ്പുറത്തെ സൈഡിലാണ്. അത് ക്ലിയർ ആക്കാൻ പഠിക്കാം. 2ാം സ്റ്റേജാണ് അത്. ഇനി നമ്മൾ ഈ വൈറ്റ് താഴേക്ക് പിടിക്കാം. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വെള്ളം കൊണ്ടിരണം. ഈ സൈഡിലേക്ക് വെള്ളം കൊണ്ടുവന്നാൽ അതിൻ്റെ നേരെ ഇടയിൽ പച്ചേൻ്റെ അടുത്തേക്ക് ഈ വെള്ളേനെ കൊണ്ടുപോവുക. പച്ച നേരെയാക്കുക, ഒരു വെള്ള ഇപ്പുറത്ത് വരുന്ന രീതിയിൽ. ഓക്കെ, ഇനി ഇങ്ങനെ തിരിക്കുക, ഇങ്ങനെ തിരിക്കുക. അത് ഇവിടത്തേക്ക് വന്നു. ഈസി. ഇനി ഇവിടെ വെള്ളയുണ്ട് അല്ലേ? ഇനി ഈ നീലേൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. അതേമാതിരി തന്നെ ഇങ്ങോട്ട് തിരിക്കുക. ഓക്കെ, ഇനി അടുത്തതൊന്നും കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ വെള്ളം വന്നിട്ടുണ്ടല്ലേ? ഇത് നീലേൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ക്ലിയറായി. 1ാം സ്റ്റേജാണിത്. ഓക്കെ, ഇത് കുറേ പ്രാക്ടീസ് ചെയ്ത് ഈസിയാക്കി മാറ്റുക. കുറേ നാൾ അത് തന്നെ പ്രാക്ടീസ് ചെയ്യണം, എന്നാൽ മാത്രമേ അതും നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കൂ. ആദ്യം ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം 2ാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.